Hello friends, Kerala PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ ചേർന്ന PSC കമ്മീഷൻ യോഗത്തിൽ 36ഓളം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ടെക്നിക്കൽ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തേത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് ഉടൻ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇത് പമ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സെയിം തസ്തിക തന്നെയാണ്. 2020 ലാസ്റ്റ് ഈ പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 7/2/2023 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പുതിയൊരു പാറ്റേൺ അനുസരിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു, എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം 1.5 വർഷത്തിനുള്ളിൽ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ തസ്തികയിലേക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ 400-ലധികം അഡ്വൈസ് പോയ ഒരു പോസ്റ്റാണ്. 1.5 വർഷത്തിനുള്ളിൽ 400-ലധികം അഡ്വൈസ് പോയ ഒരു പോസ്റ്റ് കൂടിയാണ് ഓപ്പറേറ്ററിൻ്റെത്. അപ്പോൾ ഇനിയും ഏകദേശം 40-നടുത്ത് വേക്കൻസിയിലോളം അഡ്വൈസ് പോകാനുണ്ട്. അപ്പോൾ ഇനി 1.5 വർഷത്തിനുള്ളിൽ 500-ലധികം അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഓപ്പറേറ്ററിൻ്റെത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 20,100 മുതൽ 53,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 19 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. റിസർവേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC, അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ. അപ്പോൾ ഈ പറഞ്ഞ ട്രേഡുകളിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് പുറമെ മറ്റ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ആ ഇക്വലന്റ് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 403 അഡ്വൈസ് ആണ് ഈ തസ്തികയിലേക്ക് പോയിട്ടുള്ളത്. 33,618 ആപ്ലിക്കൻസ് ആയിരുന്നു ലാസ്റ്റ് ഈ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പം ആ എക്സാം നടന്നതിന് ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2023 നിലവിൽ വരികയും 1051 കാൻഡിഡേറ്റ്സിനെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തസ്തിക കൂടിയായിരുന്നു ഓപ്പറേറ്ററിൻ്റെത്. അപ്പം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ഓപ്പറേറ്ററിൻ്റെ. അപ്പോൾ ഇനിയും ഇത്രത്തോളം തന്നെ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണെന്ന് ഓർക്കുക. ഓക്കെ, ലാസ്റ്റ് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 44.67 മാർക്കും. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കിൽ വെച്ച വിദ്യാർത്ഥിക്ക് 82.33 മാർക്കുമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് അല്ല എന്നുകൂടി ഓർക്കുക. നിങ്ങൾക്ക് ടെസ്റ്റിൽ എത്രയാണോ മാർക്ക് ലഭിക്കുന്നത് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ എന്ന് ഓർക്കുക. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ് ഇനി ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന തസ്തിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ, ലാസ്റ്റ് കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 2017 ഈ പറഞ്ഞ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ പഴയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ അല്ല ഇപ്പോൾ ലഭിക്കുന്നത്. കാര്യം അത് റിവൈസ് ആയിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ഡിപ്ലോമയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഡിഗ്രി, BSc കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ടൊരു നോട്ട് പറയുന്നുണ്ട്. പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു കാൻഡിഡേറ്റ്സ് വിത്ത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ. അതായത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും റാങ്ക് ലിസ്റ്റിൽ പ്രിഫറൻസ് ലഭിക്കുക. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ BSc കെമിസ്ട്രി ഉള്ളവരും അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി ഉള്ളവർ റാങ്ക് ലിസ്റ്റ് വരുവാണെങ്കിൽ ഫുഡ് ടെക്നോളജിയിലും ഡിപ്ലോമ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും പ്രിഫറൻസ് കിട്ടുമെന്ന് പ്രത്യേക നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. അത് നിർബന്ധമല്ല. അതായത് അനാലിസിസ് ഓഫ് ഫുഡ്സ്, അതായത് ഫുഡ്സിലുള്ള അനാലിസിസിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അത് പ്രത്യേകം നിർബന്ധമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന കാര്യം ഓർക്കുക. അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 54 അഡ്വൈസ് ആണ് ഈ തസ്തികയിലേക്ക് പോയിട്ടുള്ളത്. 2020 മാർച്ച് 3 ആയിരുന്നു ആ പഴയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരുന്നത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ 33.33 മാർക്കായിരുന്നു ലാസ്റ്റ് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. അതുപോലെ ഫസ്റ്റ് റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് അന്ന് 49.33 മാർക്കായിരുന്നു ലഭിച്ചിരുന്നത്.
ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ തസ്തികയിലേക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ മെയിൻ ലിസ്റ്റിൽ അന്ന് 56 കാൻഡിഡേറ്റ്സ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. അടുത്തത് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിലേക്കാണ് ഈ തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രീഷ്യൻ എക്സാമ്പിൾക്ക് പ്രിപ്പയർ ചെയ്തവർക്ക് ഏറ്റവും നല്ല അവസരങ്ങളായിരുന്നു കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിലേക്ക് വീണ്ടും ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിക്കുകയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കുക. ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതേ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഈ ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ തസ്തികയുടെയും. അപ്പം നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കിട്ടാൻ നിരക്ക് ഏറ്റവും ബെസ്റ്റ് അവസരം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഈ ഇലക്ട്രീഷ്യൻ തസ്തികയുടെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ സ്കെയിൽ ഓഫ് പേ ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. പഴയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ അല്ല ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഓർക്കുക. അതുപോലെ ടോട്ടൽ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ 33 അഡ്വൈസ് ആണ് ടോട്ടൽ ഈ തസ്തികയിലേക്ക് പോയിട്ടുള്ളത്. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. അതായത് 33 അഡ്വൈസ് ടോട്ടൽ പോയപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 28ഓളം കാൻഡിഡേറ്റ്സിനെ ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 28 കാൻഡിഡേറ്റ്സിനും അഡ്വൈസ് പോയിട്ടുണ്ട്. പോസ്റ്റ് കംപ്ലീറ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ നല്ലൊരു അവസരം തന്നെയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിലേക്കുള്ള ഇലക്ട്രീഷ്യൻ തസ്തിക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സിസ്റ്റം മാനേജർ എന്ന് പറഞ്ഞ തസ്തികയിലേക്കുള്ളതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് തന്നെയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ ആനലിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയാണ് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. പിന്നെ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് വീണ്ടും വിളിക്കുകയാണ്. അപ്പം ഏത് ട്രേഡിലേക്കാണ് വിളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കില്ല. അതുകൊണ്ടാണ് ട്രേഡ്സ്മാൻ എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ട്രേഡ്സ്മാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ളതാണ് അടുത്ത വിജ്ഞാപനം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 36 തസ്തികയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഈ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അത് മാത്രമല്ല ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഈ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നെ AS അക്കാദമിയിൽ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.